ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മൾ ഇത്രയും പഠിച്ചത് വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇത്രയും നമുക്ക് പഠിച്ചത് വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുവരെ നമ്മൾ എന്താണോ എടുത്തത് അത് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനാണ് പറയാൻ പോകുന്നത്. If a matrix has 24 elements, what are the possible orders it can have? What are the possible orders it can have? ഒരു മെട്രിക്സിന് 24 എലമെന്റ്സ് ഉണ്ടെങ്കിൽ ഏതൊക്കെ ഓർഡറിൽ ഇതിനെ എഴുതാൻ പറ്റും എന്നുള്ളതാണ്. അതിന്റെ ഓർഡർ എന്തൊക്കെ ആക്കിയിട്ട് എഴുതാൻ പറ്റും, അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം ആ 24 എലമെന്റിനെ എത്ര റോയും എത്ര കോളും ആയിട്ട് എഴുതാം. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും 1/24. ഒരു റോയും 24 കോളുമായിട്ട്. അതുപോലെ 24/1, അതായത് മൾട്ടിപ്ലൈ ചെയ്ത എലമെന്റ് കിട്ടണം. ഓക്കെ, ഓർഡർ മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ എലമെന്റ് കിട്ടണം. ഓർഡർ m/n ആണെങ്കിൽ mn എലമെന്റ്സ് ആയിട്ട് കണക്റ്റിട്ടുണ്ടാവും. അപ്പോൾ 1/24 എഴുതാം, 24/1 എഴുതാം. അതേപോലെ 2/12 എഴുതാം, 12/2 എഴുതാം. പിന്നെ ഏതിനെ മൾട്ടിപ്ലൈ ആയിട്ടാണ് 24 എഴുതാൻ പറ്റുക? 4/6 എഴുതാം, 6/4 എഴുതാം. പിന്നെ 8/3, 3/8. പിന്നെ വേറെ അപ്പൊ ഇത്രയാണ് നമുക്ക് എഴുതാൻ പറ്റുക. 8 പോസിബിൾ ഓർഡറുകളായിട്ട് നിങ്ങൾക്ക് എഴുതാം. 8 1/24, 24/1. അതേപോലെ 2/12, 12/2. 4/6, 6/4. 8/3, 3/8. ഈ ഓർഡറൊക്കെ നിങ്ങൾക്ക് അതിന് എഴുതാൻ പറ്റും. ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, റെക്കോർഡ് ചെയ്തിട്ട് അയക്കുകയാണ്. അപ്പൊ നിങ്ങൾ മുന്നിലില്ല, അപ്പൊ ഞാൻ ജസ്റ്റ് ക്ലാസ് എടുത്തിട്ട് പോവാണ്. അപ്പൊ ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇൻട്രാക്ഷൻ കിട്ടണമെങ്കിൽ, ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത ഡിസ്കഷൻ വരിക, ആ ഡിസ്കഷനിൽ ചോദിക്കുക. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡിസ്കഷൻ തരും, ആ ഡിസ്കഷനിൽ നിങ്ങൾ ഡൗട്ട് ചെയ്യുക. ഇനി അടുത്ത എക്സാമ്പിൾ, construct 3/4 matrix whose elements are given by Aij equal to I raised to j. ഏത് ആ 3/4 മെട്രിക്സിലെ ഏതൊരു എലമെന്റിന് എഴുതേണ്ടത് Aij ആണ് എലമെന്റ് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ, Aij ആണ് എലമെന്റ് എടുക്കുന്നതെങ്കിൽ I raised to j ആയിട്ടാണ് എഴുതേണ്ടത് ആൻസർ. ഓക്കെ, അപ്പൊ അത് 3/4 ജനറൽ മെട്രിക്സ് എഴുതാം. ഒരു പേര് കൊടുക്കുക. 3 റോയും 4 കോളും ഒരു ജനറൽ മെട്രിക്സ്. 3 റോ 4 കോളം. A11, A12, A13, A14. 3 റോ 4 കോളം. 4 കോളം കറക്റ്റ്. ഇനി 3 റോ പറ്റുള്ളൂ. A21, A22, A23, A24, A31, A32, A33, A34.
അപ്പോൾ 3/4. എത്ര എലമെന്റ് ഉണ്ടാവും? 3 × 4 12 എലമെന്റ്. കറക്റ്റ്. അപ്പോൾ 3 4 4 ഫോളോ ആയിട്ടുള്ള ജനറൽ മാട്രിക്സ്. ഇനിയോ ഏതൊരു എലമെന്റ് വാല്യൂ കണ്ടെത്തേണ്ടത് Aij എന്നുള്ള എലമെന്റ് ആണെങ്കിൽ ജനറൽ ആയിട്ടൊരു എലമെന്റ് പറയുന്നത് Aij. അതിന്റെ വാല്യൂ കണ്ടെത്തേണ്ടത് I⁻j ആയിട്ടാണ്. അപ്പോൾ A11ന്റെ വാല്യൂ കണ്ടെത്തേണ്ടത് 1/1. I⁻j കോളത്തിലാണ് A11 എന്ന് പറഞ്ഞ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ്. അവിടെയുള്ള എലമെന്റ് ഡിനോട്ട് ചെയ്യുന്നതാണ് A11. അപ്പോൾ A11ന്റെ വാല്യൂ എന്താ വരിക? ഏതൊരു എലമെന്റ് വാല്യൂ ആണ് Aij I⁻j എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ A11 1/1. A12 1/2. I⁻j മോഡൽ ചെയ്ത 1/2 1. മനസ്സിലായി എന്ന് വിചാരിക്കും. A13 1/3 1. A14 1/4 1. എന്തിന്റെ പവർ 1ന്റെ എന്ത് പവർ വരാണെങ്കിൽ 1 ആണ്. 1 2 2 1 2/1 2. A22 2/2 4. A23 2/3 8. 2 cube 8 ആണ്. A24 2/4 16. ഇനി A31 I⁻j മോഡൽ 3/1 3. A32 3/2 A33 3/3 27. A34 3/4 81. ഇതാണ് ആ 3/4 മാട്രിക്സിലെ എലമെന്റ്സ്. ആ എലമെന്റ്സ് ഏതൊരു എലമെന്റ് കണ്ടെത്താൻ അതാണ് പറയുന്നത് Aij ജനറൽ ആയിട്ടുള്ള എലമെന്റ്. എന്നിട്ട് നമുക്ക് തരുന്ന മാട്രിക്സ് ഏതാ നോക്കാം. അതിൽ A11 A12 ഏതൊക്കെ വേണ്ടതൊക്കെ നോക്കുക. എന്നിട്ട് അത് ഓരോന്നിൻ്റെയും ഈ ഒരു പ്രൊസീജിയർ വെച്ചിട്ട് ഓരോന്നിൻ്റെയും കാണാം. ഇതായ എല്ലാ എലമെന്റിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മീനിങ്. ഓരോ എലമെന്റ് വാല്യൂ യൂസ് ചെയ്തിട്ട് കാണാം. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ആ മാട്രിക്സ് എ എന്നുള്ള മാട്രിക്സ് എന്തായിരിക്കും? A11 1, A12 1, A13 1, A14 1. മറ്റേത് A21 2, A22 4, A23 8 16 3 9 27 18. മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് x, y, z from the following equation. X, y, z from the following equation. First question. 4 3 5 2 x y z 2. ഇത് 2 ആണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ആണ്. 2 z ഒരുപോലെ ആയിട്ട് 1 1. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 4 3 5 1 x y z 1. അടുത്ത ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ x plus y 2 5 plus z x plus y 2 5 plus z x y. ഇതേപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 2 ഒരു പ്രയാസം വരാൻ നമുക്കിത് 1 ആക്കാം. ക്വസ്റ്റ്യൻ 1 ആക്കാം. ഓക്കെ. 6 1 7 8. അപ്പൊ നമ്മൾ ഇതാണ് ക്വസ്റ്റ്യൻ. രണ്ട് ക്വസ്റ്റ്യൻ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെയല്ലേ കുറച്ചുകൂടി വൃത്തി കിട്ടണമെങ്കിൽ രണ്ട് ആൻസർ വരാതിരിക്കണമെങ്കിൽ നമുക്കിത് ഈ ക്വസ്റ്റ്യൻ 6 ആക്കാം. ഈ ക്വസ്റ്റ്യൻ 6 വാല്യൂ 9 ആക്കാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി ഒന്ന് റെഡിയാക്കി. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. എക്സും വൈയും സെറ്റിന്റെ വാല്യൂ ആണ് കാണുന്നത്. Find the value of x, y, z from the following. First question is 4 3 5 1 equal to x, y, z 1.
അടുത്ത എക്സ് പ്ലസ് വൈ 1 5 plus z xy equal to 6 1 7 9. So first question 4 3 5 1 x y z 1 ഈ ഇക്വേഷൻ x y z ഉണ്ട്. അപ്പോൾ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ് തമ്മിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെന്ന് അപ്പോൾ കറസ്പോണ്ടിങ് എലമെന്റ് ഇക്വേറ്റ് ചെയ്താൽ x ഈക്വൽ ടു 4 കിട്ടും, y ഈക്വൽ ടു 3 കിട്ടും, z ഈക്വൽ ടു 5. ഓക്കേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് എലമെന്റ്സ് നിങ്ങൾക്ക് ഇക്വേറ്റ് ചെയ്യാം. x plus y equal to 6 എന്ന് കിട്ടും, x y equal to 9 എന്ന് കിട്ടും. 5 plus z നമുക്ക് x ഉം y ഉം z ഉള്ളത് മാത്രം ഇക്വേറ്റ് ചെയ്താണ്. അവിടെ x ഉം y ഉം z ആണ് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ 5 plus z എന്നുള്ളത് 7 എന്ന് കിട്ടും. അപ്പോൾ x plus y 9 ഉം 6 ഉം x y 9 ഉം രണ്ടെണ്ണം ആഡ് ചെയ്ത 6 ഉം രണ്ടെണ്ണം മൾട്ടിപ്പിൾ ചെയ്ത x ഉം y ഉം ആഡ് ചെയ്ത 6 ഉം x ഉം y ഉം മൾട്ടിപ്പിൾ ചെയ്ത 9. അപ്പോൾ ഏതൊക്കെ നമ്പർ ആഡ് ചെയ്താലാണ് 6, ഏതൊക്കെ നമ്പർ മൾട്ടിപ്പിൾ ചെയ്താലാണ് പിന്നെ 9 കിട്ടുക. അപ്പോൾ നിങ്ങൾക്കറിയാം 3 ഉം 3 x equal to 3 y equal to 3 x ഉം y ഉം 3 എന്നിട്ട് ആഡ് ചെയ്ത 6 മൾട്ടിപ്പിൾ ചെയ്ത 9. അപ്പോൾ z ഇതിൽ നിന്ന് z equal to 7 minus 5 2 എന്നത്. അപ്പോൾ ഇവിടെ ആൻസർ x is equal to 3 y equal to 3 z equal to 2. ഇതാണ് ഇതിന്റെ ആൻസർ. ഓക്കേ, മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ values of a b c and d from the following equation. From the following equation. Find the values of a b c d from the following equation. A minus b 2a plus c, a minus b 2a plus c. അടുത്തത് 2a minus b 3c plus d, 2a minus b 3c plus d equal to minus 1 5 0 13, minus 1 5 0 13. ഇതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ minus 1 5 0 13. ഓക്കെ, ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത സെക്ഷനിലോട്ട് പോകും. ഈ ഇക്വേഷൻ നിന്ന് എ ബി സി ഡി കാണാം. ഈ ഇക്വേഷനിൽ നിന്ന് എ ബി സി ഡി കാണാൻ. അപ്പോൾ ഇക്വേറ്റ് ചെയ്യാം. ഇക്വേഷൻ എ മൈനസ് ബി മൈനസ് 1 2a plus c 5 2a minus b 0 3c plus d 30. അതായത് രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. രണ്ട് മെട്രിക്സ് ഈക്വൽ ആവുകയാണെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോന്ന് എടുത്തിട്ട് നോക്കാം. 2a minus b equal to 0. ഇതിൽ നിന്ന് 2a equal to b എന്ന് കിട്ടും. ഇനി a യും b യുള്ള വേറെ ഇക്വേഷൻ നോക്കാം. a minus b equal to minus 1 എന്നുണ്ട്. അപ്പൊ b ക്ക് പകരം നിങ്ങൾക്ക് 2a കൊടുക്കാം. ഈ b ഇവിടെ കൊടുക്കാം. b ക്ക് പകരം 2a കൊടുക്കാം. അപ്പൊ a minus 2a equal to minus 1. Minus a equal to minus 1. a equal to 1. a equal to 1 ആണെങ്കിൽ b equal to എന്ത് കിട്ടും? 2a ആണ്. 2a എന്ന് പറഞ്ഞാൽ എന്താണ്? പറ. 2 into 1 2 എന്ന് കിട്ടും. ഇനി c കാണണം. c ഉള്ള ഇക്വേഷൻ എടുക്കാം. 2a plus c equal to 5. അതിൽ a ക്ക് 1 എന്ന് കിട്ടി. അത് ഇതിൽ കൊടുക്കുമ്പോൾ 2 into 1 2 plus c equal to 5. 5c equal to 3. ഇനി d ഉള്ള ഇക്വേഷൻ എടുക്കുക. 3c plus d equal to 13. c ക്ക് 3 എന്ന് കൊടുക്കുക. അപ്പോൾ 9 plus d equal to 13. d
D equal to 13 minus 9 4. Therefore A, B, C ആണ് കാണാൻ പറഞ്ഞത്. A equal to 1, B equal to 2, C equal to 3, D equal to 4 എന്ന് കിട്ടും. മനസ്സിലായിരുന്നു. ഇനി അടുത്ത സെക്ഷനിലോട്ട് നമുക്ക് പോവാം. ഓപ്പറേഷൻസ് ഓൺ മെട്രിക്സ്. ഈ മെട്രിക്സിന്റെ അഡീഷനും സബ്ട്രാക്ഷനും മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷനും ഒക്കെയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. മെട്രിക്സിനും അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഉണ്ട്. അപ്പൊ അഡീഷനും സബ്ട്രാക്ഷനും ഒരുമിച്ചാണ് ഞാൻ അങ്ങ് പറയുന്നത്, ഒരേ പ്രൊസീജിയർ ആണ്. മൾട്ടിപ്ലിക്കേഷന് വേറെ രീതിയാണ്, അത് വേറെ തന്നെ എഴുതി പഠിപ്പിക്കാം. അഡീഷൻ, സബ്ട്രാക്ഷൻ, ഓപ്പറേഷൻ ഓൺ മെട്രിക്സസ്. First, addition and subtraction. Addition, subtraction. Addition and subtraction. എങ്ങനെയാണ് രണ്ട് മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യുക, എങ്ങനെയാണ് രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്പിൾ ഡിഫറൻസ് അതായത് സബ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. എങ്ങനെയാണ് രണ്ട് മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യുക, എങ്ങനെയാണ് രണ്ട് മെട്രിക്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഈ രണ്ട് മെട്രിക്സ് ഞാൻ ആഡ് ചെയ്യാൻ പോകും. ഇപ്പൊ എ എന്നുള്ളൊരു മെട്രിക്സും ബി എന്നുള്ള മെട്രിക്സും ഞാൻ ആഡ് ചെയ്യാം. എ എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുക, 1 2 3 4. ബി എന്നുള്ള മെട്രിക്സ് 1 3 1 2 3 6. ഈ രണ്ട് മെട്രിക്സും തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ രണ്ട് മെട്രിക്സും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അഡീഷനും സബ്ട്രാക്ഷനും പോസിബിൾ ആവണമെങ്കിൽ ഫസ്റ്റ് സെയിം ഓർഡർ ആവണം. സെയിം ഓർഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, സബ്ട്രാക്റ്റും ചെയ്യാം. രണ്ട് മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണമെങ്കിലും അത് സെയിം ഓർഡർ വരണം. നമുക്ക് ഇങ്ങനെ ഇനിയാണ് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ളത്. സെക്ഷൻ കഴിഞ്ഞ് അടുത്ത സെക്ഷൻ ഓപ്പറേഷൻസ് ആണ്, നമ്മൾ വൃത്തിക്കാരി ചെയ്യാം, ചെയ്ത് പഠിക്കാം. നമുക്ക് നോക്കാം. അഡീഷൻ പിന്നെ മൾട്ടിപ്ലിക്കേഷൻ അടുത്തൊന്ന് പഠിക്കേണ്ട, അത് കുറച്ച് പ്രയാസമുണ്ട്, അതൊന്ന് പഠിക്കാം. ആ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കണം, ബാക്കിയുള്ളതിനാണ്. ഇനി സെയിം ഓർഡർ വരണം, അങ്ങനെയാണ് രണ്ടും തമ്മിൽ ആഡ് ചെയ്യാം. ഇപ്പൊ എ ഈക്വൽ ടു 1 3 4 2 7 6, ബി ഈക്വൽ ടു 2 1 6 3 2 5. ഇത് രണ്ടിന്റെ ഓർഡർ സെയിം ആണ്. 3/2 റോ ഒരു കോളം 2/3, 2 റോ 3 കോളം 2/3. ഇത് 2 റോയും 3 കോളം 2/3. അപ്പൊ രണ്ടിന്റെയും ഓർഡർ സെയിം ആണ്. രണ്ടിന്റെയും ഓർഡർ സെയിം ആണെങ്കിൽ രണ്ടും തമ്മിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം. ചോദിക്കുകയാണെങ്കിൽ ആഡ് രണ്ട് മെട്രിക്സും ഇവിടെ ആഡ് ചെയ്യാൻ പറയുന്നത് രണ്ട് ഓർഡർ സെയിം ആണ്, നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് ആഡ് ചെയ്യുക, രണ്ട് മെട്രിക്സ് എങ്ങനെയാണ് ആഡ് ചെയ്യുക? എ പ്ലസ് ബി, അതായത് നേരത്തെ ഇക്വേറ്റ് ചെയ്യാൻ നമ്മൾ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഇക്വേറ്റ് ചെയ്യാം. അതേപോലെ ആഡ് ചെയ്യാൻ കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്യാം. രണ്ട് മെട്രിക്സിന് ഓർഡർ സെയിം ആയാൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്യാം. ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് കോളത്തിൽ എലമെന്റും മറ്റേത് ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് കോളത്തിൽ എലമെന്റും തമ്മിൽ ആഡ് ചെയ്യാം. ഇപ്പൊ 1ഉം 2ഉം ആഡ് ചെയ്യാം, എന്താ വരിക 3, 3ഉം 1 ആഡ് ചെയ്യുക 4, 4ഉം 6ഉം ആഡ് ചെയ്യുക 10, 2ഉം 3ഉം ആഡ് ചെയ്യുക കറസ്പോണ്ടിങ് ഇവിടെ 2 ഇവിടെ 3 അത് ആഡ് ചെയ്യുക 5, 7ഉം 2 ആഡ് ചെയ്യുക എന്താ വരിക 9, 6ഉം 5ഉം ആഡ് ചെയ്യുക 11, 5 10 4 3. ഓക്കെ, ഇങ്ങനെയാണ് അഡീഷൻ. വളരെ സിമ്പിൾ ആണ്, ഓർഡർ സെയിം ആണ്, കറസ്പോണ്ടിങ് എലമെന്റ് തമ്മിൽ ആഡ് ചെയ്യും. ആദ്യം സബ്ട്രാക്ഷൻ ഒരുമിച്ച് പറയാൻ കാരണം കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ മൈനസ് ചെയ്താൽ അത് സബ്ട്രാക്ഷൻ മൈനസ് എ മൈനസ് ബി. എങ്ങനെയാണ് മെട്രിക്സ് തമ്മിൽ മൈനസ് ചെയ്യുക, ഡിഫറൻസ് എങ്ങനെ കാണുന്ന വെച്ചാൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ ഡിഫറൻസ് എടുക്കുക, കറസ്പോണ്ടിങ് എലമെന്റ്സ് സബ്ട്രാക്ട് ചെയ്യുക. ഇപ്പൊ എ മൈനസ് ബി, ഇപ്പൊ 1 മൈനസ് 2 മൈനസ് 1 കറസ്പോണ്ടിങ് എലമെന്റ്സ് സബ്ട്രാക്ട് ചെയ്യുക. 3 1 മൈനസ് ചെയ്യുക 2, 4ഉം 6ഉം മൈനസ് ചെയ്യുക മൈനസ് 2, 2ഉം 3ഉം സബ്ട്രാക്ട് ചെയ്യുക മൈനസ് 1, 7ഉം 2ഉം സബ്ട്രാക്ട് ചെയ്യുക 5,
6 5 സബ്ട്രാക്ട് ചെയ്യുക 1. ഇതിൽ നിന്ന് ഓരോന്നാണ്, ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യുക, എ എന്ന് ബി. ഇതിലുള്ള എലമെന്റ് ഇത് മൈനസ് ചെയ്യുക. ഫസ്റ്റ് കറസ്പോണ്ടിങ് എലമെന്റ് 1 - 2 -1, 3 - 1, 3 - 1 2, 4 - 6 -2, 2 - 3 -1, 7 - 2 5, 6 - 5 1. മനസ്സിലായത്? ഇതാണ് അഡീഷൻ സബ്ട്രാക്ഷൻ. വളരെ ഈസിയാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കും. ഇങ്ങനെയാണ് അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യുന്നത്. ഇനി ഈ അഡീഷന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അഡീഷന്റെ പ്രോപ്പർട്ടീസ് ഓഫ് മാട്രിക്സ് അഡീഷൻ. Properties of matrix addition. അതായത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതായത് എയും ബിയും, എ എന്നുള്ള മെട്രിക്സും ബി എന്നുള്ള മെട്രിക്സും നിങ്ങൾ ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ തന്നെ ആയിരിക്കും ബിയും എയും ആഡ് ചെയ്താൽ. ഉറപ്പല്ല, ഇതിൽ നിന്ന് ഇത് ഇങ്ങോട്ട് ആഡ് ചെയ്യാൻ കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യുമ്പോൾ ഇതന്നെയല്ലേ കിട്ടുക. ഓക്കെ, അപ്പോൾ എ പ്ലസും ബി പ്ലസ് എ അസോസിയേറ്റീവ് ആണ്. ഇപ്പൊ എയും ബിയും സിയും 3 മെട്രിക്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യണം. 3 മെട്രിക്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യണം. അപ്പൊ ഒരു കുട്ടി എന്ത് ചെയ്തു? ഫസ്റ്റത്തെ 2 ആഡ് ചെയ്തിട്ട് ആ കിട്ടിയ ആൻസറിന് മൂന്നാമത്തെ ആഡ് ചെയ്യണം. വേറെ കുട്ടി എന്ത് ചെയ്തു? ലാസ്റ്റത്തെ 2 ആഡ് ചെയ്തു. ഇവിടെ ഫസ്റ്റത്തെ മെട്രിക്സിനോട് വീണ്ടും ആഡ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ചെയ്താലും സെയിം ആണ്. ഇപ്പൊ എയും ബി ഇതാണെന്ന് വിചാരിക്കും. സി വേറെ നോക്കും. 2 5 3 6 7 9. അപ്പൊ ഇത് എ പ്ലസ് ബി പ്ലസ് സി കാണാൻ പറഞ്ഞു. അപ്പൊ ഒരു കുട്ടി ഇത് 2 ആഡ് ചെയ്തു. ഇത് ഈ ആൻസർ കിട്ടി. ഇവിടെ കിട്ടിയതിന് ഇതുകൊണ്ട് ആഡ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. അങ്ങനെ ചെയ്താലും ബിയും സിയും ആഡ് ചെയ്തു. അപ്പൊ ഒരു ആൻസർ കിട്ടി. അതിന് എന്നോട് ആഡ് ചെയ്താലും ആൻസർ സെയിം ആയിരിക്കും. പക്ഷെ നിങ്ങൾ ഇങ്ങനെ 2 ആഡ് ചെയ്തിട്ട് മൂന്നാമത്തേനോട് ആഡ് ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് ഡയറക്റ്റ് അങ്ങ് ആഡ് ചെയ്യാം. അതായത് എയും ബിയും സിയിലുള്ള കറസ്പോണ്ടിങ് എലമെന്റ്സ് അങ്ങനെ ആഡ് ചെയ്യാം. 1 + 2 + 2 5, 3 + 1 + 5 9. അപ്പൊ എ പ്ലസ് ബി പ്ലസ് സി കറസ്പോണ്ടിങ് എലമെന്റ്സ് എല്ലാവരും ഒരുമിച്ച് അങ്ങനെ ആഡ് ചെയ്യാൻ മതി. പ്രോപ്പർട്ടി വരുന്നത് തന്നെ. ഇനി അഡിറ്റീവ് ഐഡന്റിറ്റി. ഈ മെട്രിക്സിന്റെ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? അഡിറ്റീവ് ഐഡന്റിറ്റി ഒരു മെട്രിക്സിന്റെ കൂടെ ഏത് മെട്രിക്സ് ആഡ് ചെയ്താലാണ് ഒരു മെട്രിക്സിന്റെ കൂടെ മെട്രിക്സ് ആഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഒരു മെട്രിക്സിന് കൂടെ ഏത് മെട്രിക്സ് ആഡ് ചെയ്താലാണ് സെയിം മെട്രിക്സ് കിട്ടുക. എ എന്നുള്ള മെട്രിക്സിന്റെ ഒരു മെട്രിക്സ് ഉണ്ട്. അതിന്റെ കൂടെ ഏതൊരു മെട്രിക്സ് എടുത്ത് ആഡ് ചെയ്താലാണ് ഈ എ എന്നുള്ള മെട്രിക്സ് കിട്ടുക. അപ്പൊ ഇതിൽ ഓരോ എലമെന്റ് ഇവിടുത്തെ ഓരോ എലമെന്റിലൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് ഈ എ എന്നുള്ള മെട്രിക്സ് തന്നെ കിട്ടുമാണ്. അപ്പൊ നമുക്കറിയാം 0 എന്നുള്ള മെട്രിക്സ് ആഡ് ചെയ്താലാണ് എ കിട്ടുക. 0യിലെ എല്ലാ എലമെന്റും 0 ആണ്. അപ്പൊ ഇതിൽ ഏത് എലമെന്റ് കൊണ്ടും 0 ആഡ് ചെയ്താൽ തന്നെയാണ് വരിക. അങ്ങനെയാണെങ്കിൽ ഒരു മെട്രിക്സിന് 0 ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ആ സെയിം മെട്രിക്സ് ആണ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ 0നെ വിളിക്കുന്ന പേരാണെന്ത്? അഡിറ്റീവ് ഐഡന്റിറ്റി. 0 മെട്രിക്സ്. 0 മെട്രിക്സ് ആണ് അഡിറ്റീവ് ഐഡന്റിറ്റി. ഏതൊരു മെട്രിക്സിന്റെ അഡിറ്റീവ് ഐഡന്റിറ്റി 0 മെട്രിക്സ് ആണ്. അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് ഉദ്ദേശിച്ചത് ഏതൊരു മെട്രിക്സിന് എന്ത് ആഡ് ചെയ്താലാണ് ആ സെയിം മെട്രിക്സ് കിട്ടുക. ഏതൊരു മെട്രിക്സും എന്ത് ആഡ് ചെയ്താലാണ് ആ മെട്രിക്സിനെ കിട്ടുക. അപ്പൊ 0 മെട്രിക്സ് ആഡ് ചെയ്താലാണ് ആ മെട്രിക്സിനെ കിട്ടുള്ളൂ. അപ്പൊ 0 മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് അഡിറ്റീവ് ഐഡന്റിറ്റി. ഇനി അഡിറ്റീവ് ഇൻവേഴ്സ്. അതായത് ഒരു മെട്രിക്സിനോടുകൂടെ എന്ത് ആഡ് ചെയ്താലാണ് അഡിറ്റീവ് ഐഡന്റിറ്റി കിട്ടുക. അഡിറ്റീവ് ഐഡന്റിറ്റി നമ്മൾ നേരത്തെ കണ്ടു 0 മെട്രിക്സ് ആണ്. അപ്പൊ ഒരു മെട്രിക്സിന്റെ കൂടെ എന്ത് ആഡ് ചെയ്താലാണ് അഡിറ്റീവ് ഐഡന്റിറ്റി കിട്ടുക. അപ്പൊ നിങ്ങൾക്ക് എന്റെ കൂടെ എന്ത് ആഡ് ചെയ്താലാണ് 0 കിട്ടുക? മൈനസ് എ മൈനസ് എ ചെയ്താൽ നിങ്ങൾക്ക് 0 കിട്ടും. അപ്പൊ ആ മൈനസ് എക്ക് വിളിക്കുന്ന പേരാണെന്ത്? അഡിറ്റീവ് ഇൻവേഴ്സ്.
അപ്പൊ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ, ഒരു എ എന്നുള്ള ഒരു മെട്രിക്സിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് -a ആയിരിക്കും. ക്ലിയർലി? ഈ -a പറയുന്ന പേരാണ് അഡിറ്റീവ് ഇൻവേഴ്സ്. അപ്പൊ ഒരു എ എന്നുള്ള മെട്രിക്സിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് -a. ആ എ എന്നുള്ള മെട്രിക്സിന് കൂടി എന്ത് ആഡ് ചെയ്താലാണ് അഡിറ്റീവ് ഐഡന്റിറ്റി കിട്ടുക? അത് നിങ്ങൾക്ക് മനസ്സിലായി. -a